14 വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടനിൽ അധികാരം തിരിച്ചുപിടിച്ച ലേബർ പാർട്ടി തിരിച്ചുവരവിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ പുതിയ ചരിത്രം കൂടി രേഖപ്പെടുത്തി. ഇതാദ്യമായി ബ്രിട്ടനിൽ ധനമന്ത്രിയായി ഒരു വനിത അധികാരത്തിലെത്തി. മുൻ ചെസ് ചാമ്പ്യനും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സാമ്പത്തിക വിദഗ്ധയുമായ 45-കാരി റേച്ചൽ റീവ്സ് ആണ് കെയർ സ്റ്റാർമർ മന്ത്രിസഭയിലെ ധനമന്ത്രി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള വലിയ വെല്ലുവിളിയാണ് പുതിയ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർക്കും ധനമന്ത്രി റേച്ചൽ റീവ്സിന്റെ മുന്നിലുള്ളത്. തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ വംശജനായ ഋഷി സുനക് രാജിവെച്ചിരുന്നു. പിന്നാലെയാണ് കീർ സ്റ്റാർമർ അധികാരമേറ്റത്. പൊതു തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിലാണ് ലേബർ പാർട്ടി അധികാരം പിടിച്ചത്. 411 സീറ്റുകൾ പിടിച്ചാണ് ലേബർ പാർട്ടി വിജയിച്ചത്. കൺസർവേറ്റീവ് പാർട്ടിക്ക് 121 സീറ്റുകൾ മാത്രമാണ് നേടുവാൻ കഴിഞ്ഞത്. ലിബറൽ ഡെമോക്രാറ്റ്സ് പാർട്ടിക്ക് 71 സീറ്റുകളും കിട്ടി. കേവല ഭൂരിപക്ഷത്തിന് 326 സീറ്റുകളാണ് വേണ്ടത്. ഇതും മറികടന്നുകൊണ്ടാണ് ലേബർ പാർട്ടിയുടെ കുതിപ്പ്. കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് 209 സീറ്റുകളാണ് ലേബർ പാർട്ടിക്ക് അധികം കിട്ടിയത്. കൺസർവേറ്റീവ് പാർട്ടി 365 സീറ്റിൽ നിന്ന് 121ലേക്ക് വീണു. ലിബറൽ ഡെമോക്രാറ്റുകൾ 61 സീറ്റുകൾ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് അധികം പിടിച്ചെടുത്താണ് 71ലേക്ക് എത്തിച്ചേർന്നത്. തോൽവിക്ക് പിന്നാലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെത്തി ചാൾസ് മൂന്നാമൻ രാജാവിന് ഋഷി സുനക് രാജിക്കത്ത് കൈമാറുകയായിരുന്നു. കൺസർവേറ്റീവ് പാർട്ടി നേതാവ് സ്ഥാനവും ഋഷി സുനക് ഒഴിഞ്ഞു. പിന്നീട് കീർ സ്റ്റാർമർ കൊട്ടാരത്തിലെത്തി. സർക്കാർ രൂപീകരിക്കാനും പ്രധാനമന്ത്രിയാക്കാനും ചാൾസ് രാജാവ് അദ്ദേഹത്തെ ഔദ്യോഗികമായി ക്ഷണിച്ചു. പിന്നാലെ പുതിയ പ്രധാനമന്ത്രിയായി സ്റ്റാർമറെ ചാൾസ് രാജാവ് നിയമിച്ചു. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.